ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ ഒരു പപ്സ് ഉണ്ടാക്കാമെന്നാണ്. 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ, ഗോതമ്പ് പൊടി. ഒരു മുട്ട മുഴുവനായിട്ടും അതിലോട്ട് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് പാലും കൂടി നമുക്കിതിലോട്ട് വേണം. പിന്നെ ഈ മാവിലോട്ട് ആവശ്യമായ ഉപ്പ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച്, അങ്ങനെ 1/4 ടീസ്പൂൺ എന്ന് പറയുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിൽ യൂസ് ചെയ്യാം. എന്നതിന് ശേഷം അതെല്ലാം കൂടെ ഒരു മിക്സിയിലോട്ട് ചേർത്തിട്ട്, മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. എന്നിട്ട് ഇത് ശരിക്കും ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നീർദോശയല്ല, ഉഴുന്ന് ദോശയല്ല, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കൺസിസ്റ്റൻസിയിലാണ്. ഇനിയൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലിട്ട് നന്നായി ചൂടായി വരുമ്പോൾ ഒരു സൈഡിലോട്ട് നമുക്ക് തവി വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഫ്രൈ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാക്സിമം കനം കുറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ കിട്ടും. ഒരുപാട് കനം, അതായത് ഇത് കനം കട്ടിയൊന്നുമില്ല, പക്ഷേ പറ്റ കുറച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് മാവാണ്, അപ്പോൾ കിട്ടാൻ പ്രയാസമാവും. മൈദപ്പൊടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തുറന്ന് ബബിൾസൊക്കെ വരും. അതെന്ന് വെച്ചാൽ അപ്പുറം കൂടെ മറിച്ചിട്ട് നമുക്ക് 2 ഭാഗവും ചൂടാക്കി ചുട്ടുമാറ്റാം. എന്നതിന് ശേഷം ഫ്രൈ പാൻ അടുപ്പത്ത് വീണ്ടും വെച്ചിട്ട് നമുക്കതിലിട്ട് 2 സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നതിന് ശേഷം ഒഴിച്ച് നമുക്ക് ഇതിലിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, ഇതിന് മാവിന് ഇതിനുള്ളിലിട്ട് ഫില്ലിങ് വേണമല്ലോ. ഞാൻ 2 പട്ട കഷ്ണം ഈ എണ്ണയിലോട്ട് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പട്ട കഷ്ണം നമുക്കിതൊക്കെ വെന്ത് വരുമ്പോൾ മാറ്റി കൊടുക്കാം. എന്നതിന് ശേഷം വലിയ 3 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഫ്രൈ പാനിലോട്ട് ചേർത്തിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതൊന്ന് ഒതുങ്ങി കിട്ടണം. അപ്പോൾ നന്നായിട്ട് വഴറ്റാൻ നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് വരണം. കണ്ടോ, ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു തക്കാളി കേട്ടോ, ചെറിയ തക്കാളി, വലിയ തക്കാളിയൊക്കെ ഉള്ളെങ്കിൽ അതിൻ്റെ പാതി ചേർത്താൽ മതി. ഒരുപാട് തക്കാളി ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അതിൻ്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം തക്കാളിയും കൂടെ അതിലോട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിൽ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം കേട്ടോ. ഏകദേശം ഒതുങ്ങി തുടങ്ങി. അപ്പോൾ ഇഞ്ചിയില്ല, വെളുത്തുള്ളി മാത്രമാണ്. 1 സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടുന്ന പൊടികളുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ സ്പൂണിന് ടൊമാറ്റോ സോസും കൂടെ നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഒരു ഇത്തിരി കുരുമുളകും പൊടിയും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്തിരി കറിവേപ്പില, ഇത്തിരി മല്ലിച്ചപ്പ്, ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് കൂട്ടി വയ്ക്കുമ്പോൾ അത് വേവല്ലോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് കഴിക്കുന്ന പെപ്സിൻ്റെ അതേ ടേസ്റ്റ് എന്ന് വെച്ചിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പെപ്സിൻ്റെ അതേ ടെക്സ്ചർ ആയെന്നൊന്നല്ല ഞാൻ പറയണേ. ഉള്ളിലെ ഫില്ലിങ് മുട്ടയും കൂട്ടി കഴിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നമ്മൾ ചുട്ട് മാറ്റിച്ച ദോശ നമ്മൾ മുട്ട പാതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾക്ക് ഫില്ല് ചെയ്യേണ്ട രീതി ഉണ്ടല്ലോ, കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത്തിരി മാവ് എടുത്തതിൻ്റെ ബാക്കി ഇത്തിരി മാവ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഗോതമ്പ് മാവ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 2 സ്പൂണ് നമ്മൾ തയ്യാറാക്കി വെച്ച ഉള്ളീൻ്റെ റോസ്റ്റ് വെച്ചിട്ട് നമ്മൾ 2 പട്ട കഷ്ണമൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. ഇനി മുട്ടേൻ്റെ മേലെ പിന്നെ എന്താ പറയുക, അത് കുറച്ചും കൂടെ ഫില്ല് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കി നല്ല ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി എന്നതിന് ശേഷം ഈ നടുഭാഗത്ത് ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ 2 സൈഡിലും നടുഭാഗത്തും കൂടി ഒരു സ്പൂണ് വെച്ചിട്ട് ആ മാവ് കോരി ഒഴിച്ച് കൊടുക്കുക.
ഒഴിച്ചതിന് ശേഷം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് മൈദ പോലെ നല്ലതുകൊണ്ട് പെട്ടെന്നാവില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോന്നിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഒരുപാട് ക്രിസ്പ്നെസ് ആണെന്നൊന്നും ഞാൻ പറയില്ല, എന്നാൽ ചെറിയ രീതിയിൽ എണ്ണയിൽ കിടക്കണത് ഇതുണ്ട് താനും. മടക്കി ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും നമുക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം അവിടെ നിന്ന് പ്രസ്സായി. ഇവിടെ നിന്നും കൂടെ വെച്ച് കൊടുത്താൽ ഏകദേശം അമർത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ എടുത്തിട്ട് നമുക്ക് തയ്യാറാക്കി. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് 4 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ 4 നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെച്ചെടുത്തതിന് ശേഷം ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കണ്ട. ദോശ വെന്തതാണ്, പിന്നെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെന്തതാണ്, എന്നാലും നമുക്ക് ഇതൊന്ന് റെഡിയായി കിട്ടാനേ ഉള്ളൂ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചാൽ മതി. തീയിൽ വെച്ചതിന് ശേഷം നമുക്കൊരു വിധം ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ടെടുക്കുക. 2 ചട്ടുക ഉണ്ടെങ്കിൽ നന്നായിരിക്കും, ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴേ ഉള്ളൊന്ന് പൊട്ടിപ്പോരാണ്ടിരിക്കും. അങ്ങനെ ഇപ്പുറം ഏകദേശം റെഡിയായി തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഏകദേശം ഈ കളറൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് ഏകദേശം ഈ കളറ് താഴത്തെ ഭാഗത്തും കൂടെ വരുമ്പോൾ നമുക്കിത് മാറ്റാം. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഒരു 2 ചട്ടുകം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ്, കുട്ടികൾക്ക് പപ്സ് കഴിക്കുകയും ചെയ്യാം. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ വീട്ടിൽ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് സമാധാനത്തിൽ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഓൾ.